വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. UGC നെറ്റ് JRF ഇതെല്ലാം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഏതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റിന്റെ സ്വപ്നമാണ് നെറ്റ് ക്രാക്ക് ചെയ്യുക, JRF നേടിയെടുക്കുക, PhD ചെയ്യുക, അസിസ്റ്റന്റ് പ്രൊഫസർ ആവുക. ഇതെല്ലാം ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ PG ചെയ്യുന്നത്. എല്ലാവരും PG ചെയ്യാൻ നേരത്ത് അസിസ്റ്റന്റ് പ്രൊഫസർ, നെറ്റ്, ഡോക്ടറേറ്റ്, JRF ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മളെല്ലാം PG ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇനി എങ്ങനെ നെറ്റ് JRF ക്രാക്ക് ചെയ്യാം. നെറ്റ് ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ കോമ്പറ്റേറ്റീവ് വേൾഡിൽ എങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് പോവാം, ഇതിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ നെറ്റ് എങ്ങനെ ക്രാക്ക് ചെയ്യാം, JRF എങ്ങനെ ക്രാക്ക് ചെയ്യാം, ഇതിനാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉള്ളത്, ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയി എൻഗേജ്മെന്റ് ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ള ടോപ്പിക്കാണ്. നെറ്റിന് ആസ്പിരൻ്റ് ആയിട്ടുള്ളവർ, അതായത് നെറ്റ് എഴുതാൻ പോകുന്നത് എല്ലാവരും അറിയേണ്ട ടോപ്പിക്കാണ്. എന്താണ് എംപ്ലോയി എൻഗേജ്മെന്റ്, വർക്ക് ലൈഫ് ബാലൻസ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഈ സബ്ജക്ട്സ് എടുക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഏരിയയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എംപ്ലോയി എൻഗേജ്മെന്റ് എന്നുള്ള വേർഡിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? എംപ്ലോയീസിനെ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കണം, അവരെങ്ങനെ എപ്പോഴും ഇടപഴകി, അതായത് പരസ്പരം മിങ്കിൾ ചെയ്ത് എങ്ങനെയാണ് ആക്റ്റീവായിട്ട് നിർത്തുക, ആ ഒരു കോൺസെപ്റ്റാണ് എംപ്ലോയി എൻഗേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, എംപ്ലോയി എൻഗേജ്മെന്റ് റെഫേഴ്സ് ടു ദ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആൻ എംപ്ലോയി ഹാസ് ടു ദ ഓർഗനൈസേഷൻ. ഒരു എംപ്ലോയിക്ക് എങ്ങനെയാണ് അവരുടെ സ്ഥാപനത്തിനോട് ഒരു മാനസികമായിട്ടുള്ള, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബന്ധം, അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത്, അതാണ് എംപ്ലോയി എൻഗേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. An employee is said to be a highly engaged if he is fully absorbed or encouraged to perform his task. എപ്പോഴാണ് ഒരു വ്യക്തിനെ നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത്, അതായത് അവരെന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് അവരവരുടെ വർക്കിൽ മുഴുകിയിരിക്കുന്നത് എപ്പോഴാണ് നമ്മൾ പറയാ? അതായത് if he is fully absorbed or encouraged to perform his task, അതായത് അയാൾ ആ ചെയ്തിരിക്കുന്ന വർക്കിൽ, ചെയ്യുന്ന വർക്കിലോട്ട് അബ്സോർബ് ചെയ്തിരിക്കുക, അതായത് അതിൽ ലയിച്ചിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പെർഫോം ഹിസ് ടാസ്ക് ബിയോണ്ട് വാട്ട് ടിപ്പിക്കലി ഈസ് എക്സ്പെക്റ്റഡ് ഇൻ ഹിസ് ജോബ് റോൾ. ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യേണ്ട സമയത്തിന്, ഒരു നോർമൽ ടൈമിനുള്ളിൽ തന്നെ ഒരു എംപ്ലോയി അയാളുടെ വർക്ക് തീർക്കുകയാണെങ്കിൽ അയാൾ അത്രമാത്രം കമ്മിറ്റ്മെന്റോടുകൂടി, അല്ലെങ്കിൽ അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ എൻഗേജ്ഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അതായത് അവരവരെ വർക്കിൽ സിൻസിയർ ആയിട്ട് ചെയ്യുന്നു, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു, മുഴുകി ചെയ്യുന്നു, അബ്സോർബ് ചെയ്ത് ചെയ്യുന്നു. അതാണ് എംപ്ലോയി എൻഗേജ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് മനസ്സിലാക്കുന്നത്. An organization is a collection of individuals who come together and work towards the realization of a common objective. അതായത് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? കുറെ വ്യക്തികളുടെ കൂട്ടമാണ്, ഒരു കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നോക്കൂ. ഹു കം ടുഗദർ ആൻഡ് വർക്ക് ടുവാർഡ്സ് ദ റിയലൈസേഷൻ ഓഫ് എ കോമൺ ഒബ്ജക്റ്റീവ്. അതായത് ഒരു പ്രത്യേക ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. The larger the number of people working together, അതായത് എത്ര ആൾക്കാരാണോ ഒരുമിച്ച് കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നതോറും, the larger the size of the organization, അതായത് ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും നമ്മൾ പറയുന്നു ഓർഗനൈസേഷന്റെ സൈസ് കൂടുന്നു എന്ന് പറയുന്നു. അതുപോലെ തിരിച്ചും, അതായത് എംപ്ലോയീസിന്റെ എണ്ണം കുറയുമ്പോൾ സൈസ് ഓഫ് ദ ഫേം വുഡ് ബി വെരി സ്മോൾ. However, for an organization to flourish, ഒരു ഓർഗനൈസേഷൻ നല്ല പച്ച പിടിച്ച് അഭിവൃദ്ധിയോടുകൂടി വളരണമെങ്കിൽ it is important for the employees to operate at their full potential. അവിടുത്തെ എംപ്ലോയീസ് എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കണം, ഫുൾ പൊട്ടൻഷ്യൽ, അവരവരുടെ കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കണം. അതായത് ഇപ്പോൾ ഒരു വ്യക്തി 100% കപ്പാസിറ്റിയിലല്ലാതെ, അതായത് അയാളുടെ കഴിവിന്റെ മാക്സിമം അല്ലാതെ ഒരു 20% കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ഓർഗനൈസേഷൻ ഒരിക്കലും ഒരു ഫ്ലറിഷ്, എൻറിച്ച്മെന്റ് ഒന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇങ്ങനെ ഒരു നോർമൽ ലെവലിൽ മാത്രമേ പോവുള്ളൂ. അതായത് എക്സൽ ചെയ്യണമെങ്കിൽ, മികച്ചതാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ JRF ക്രാക്ക് ചെയ്യണം, എന്ത് ചെയ്യണം? നല്ലവണ്ണം പഠിക്കണം. അതുപോലെ തന്നെ, അതായത് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെയാണ് എംപ്ലോയീസ് എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അവരെ കഴിവ് പരമാവധി ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടോ, എങ്കിൽ മാത്രമാണ് ആ ഓർഗനൈസേഷനിൽ സക്സസ് ഉണ്ടാവുള്ളൂ. വിച്ച് അൺഫോർച്ചുനേറ്റ്ലി ഈസ് നോട്ട് ദ കേസ് ഇൻ മോസ്റ്റ് ഓർഗനൈസേഷൻ. അതായത് നമ്മളെ നിർഭാഗ്യവശാൽ എല്ലാ സ്ഥാപനങ്ങളിലും ഇങ്ങനെ എല്ലാവരും 100% ഡെഡിക്കേഷനോടുകൂടി എല്ലാം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത്തരം സ്ഥാപനങ്ങളിൽ എന്താ പറയുന്നത്, ഗ്രോത്ത് റേറ്റ് ഒക്കെ കുറയുന്നതെന്ന് പറയുന്നത്. ഇനി
ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ്, എങ്ങനെയാണ് എംപ്ലോയീസിന്റെ കമ്മിറ്റ്മെന്റ്, അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത് നോക്കിയിട്ട് ദ എംപ്ലോയീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. 3 തരത്തിലാണ് എംപ്ലോയീസിനെ തിരിച്ചിരിക്കുന്നത്. എൻഗേജ്ഡ് എംപ്ലോയീസ്, അതുപോലെ തന്നെ ആക്റ്റീവ്ലി ഡിസെൻഗേജ്ഡ് എംപ്ലോയീസ്, നോട്ട് എൻഗേജ്ഡ് എംപ്ലോയീസ്. ഇതാണ് 3 കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി എൻഗേജ്ഡ് എംപ്ലോയീസ് ആരാന്ന് നോക്കൂ. Engaged employees are those who work with a full passion and are emotionally attached to the organization. അതായത് വളരെയധികം താല്പര്യത്തോടെ എനിക്ക് ഈ ജോലി ചെയ്യണം, എനിക്ക് ഈ വർക്ക് ചെയ്യണം, എനിക്കിത് ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ്, അങ്ങനെ ഫുള്ളി കമ്മിറ്റഡ് പാഷനോടുകൂടി ചെയ്യുന്നു. അതുപോലെ തന്നെ ഓർഗനൈസേഷനോട് ഒരു അറ്റാച്ച്മെന്റ്, ഈ സ്ഥാപനം എന്ന് പറയുന്നത് എന്താ പറയാ, എൻ്റെ വിയർപ്പാണ്, എൻ്റെ അധ്വാനാണ്, അങ്ങനെ ഒരു അറ്റാച്ച്മെന്റോട് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എൻഗേജ്ഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അതായത് അവർ അബ്സോർബ്ഡ് ആണ്, അവർ ആ സ്ഥാപനമായിട്ട് കംപ്ലീറ്റ്ലി മുഴുകിയിരിക്കുന്നത്, എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ദേ ആർ ഇന്നവേറ്റീവ്. അവരെന്ന് പറയുന്നത് എപ്പോഴും ഇന്നവേറ്റീവ് ആയിരിക്കും. അതായത് എങ്ങനെ ഈ സ്ഥാപനം ഒന്നുകൂടി നന്നാക്കാം, എന്ത് ഐഡിയ കൊണ്ടുവന്നാൽ ഇപ്പോൾ ഉള്ള ബിസിനസ്സിനെക്കാട്ടി ഒന്നുകൂടി എങ്ങനെ നന്നാക്കാൻ പറ്റും, എന്താണ് പുതിയ ടെക്നിക്ക് ഞാൻ കൊണ്ടുവരേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവരെ ഇന്നവേറ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് പ്രൊവൈഡ് ന്യൂ ഐഡിയാസ് ടു മൂവ് ദ ഓർഗനൈസേഷൻ ഫോർവേഡ്. എപ്പോഴും ഓർഗനൈസേഷനെ, അതായത് ഇപ്പോഴത്തെ കറന്റ് കോമ്പറ്റീറ്റീവ് വേൾഡിൽ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും, എങ്ങനെ ഇത് നേരിടും എന്നുള്ള രീതിയിൽ എപ്പോഴും പുതിയ പുതിയ ഐഡിയാസ് ഇവർ കൊണ്ടുവരും. ആര്? എൻഗേജ്ഡ് എംപ്ലോയീസ്. ഇനി സച്ച് എംപ്ലോയീസ് ആർ ഒപ്റ്റിമിസ്റ്റിക്. അവരെപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആണ്, അതായത് നല്ലത് മാത്രം നടക്കും. ശുഭാപ്തി വിശ്വാസം, അതായത് ഒരു പോസിറ്റീവ് വൈബാണ് അവരെപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആൻഡ് സ്പ്രെഡ് പോസിറ്റിവിറ്റി എമംഗ് ദെയർ കോവർക്കേഴ്സ്. അവർ മാത്രം പേഴ്സണലി പോസിറ്റീവ് അല്ല, അവരെ ചുറ്റുമുള്ള ആൾക്കാരെ നമുക്കിത് ചെയ്യാം, ഇത് ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി കോവർക്കേഴ്സിന്റെ ഇടയിലും കൊണ്ടുവരും. ഇനി they personalize the goals and objectives and always work for the betterment of the organization. ഞാൻ പറഞ്ഞ പോലെ തന്നെ, അതായത് ഇവരുടെ ഗോൾസ് എന്ന് പറയുന്നത്, അതായത് സ്ഥാപനത്തിന്റെ ഗോൾസ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഗോൾസ് ആയിട്ടാണ് ഇവർ കൺസിഡർ ചെയ്യുക. അതായത് ഇപ്പോൾ സ്ഥാപനത്തിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ ഞാൻ നല്ലവണ്ണം വർക്ക് ചെയ്യണം, എനിക്ക് നല്ല ലാഭവിഹിതം കിട്ടണം, എനിക്ക് നല്ല ബോണസ് കിട്ടണം, അങ്ങനെയുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവരെയാണ് എൻഗേജ്ഡ് എംപ്ലോയീസ്. എൻഗേജ്ഡ് എംപ്ലോയീസ് എന്ന് വെച്ചപ്പോൾ ഫുള്ളി കമ്മിറ്റഡ് ആണ്, പാഷനേറ്റ് ആണ്, പോസിറ്റീവ് ആണ്, അങ്ങനെയുള്ള ആൾക്കാരാണ് എൻഗേജ്ഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഇനി നേരത്തെ കണ്ടതിൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആണ് ആക്റ്റീവ്ലി ഡിസെൻഗേജ്ഡ് എംപ്ലോയീസ്. ഡിസെൻഗേജ്ഡ് എംപ്ലോയീസ് എന്ന് വെച്ചാൽ എന്താ പറയുക, നെഗറ്റീവ് ആണ്, പെസിമിസ്റ്റിക് ആണ്. This category of employees is unhappy and resentful and spread unhappiness in the organization. അതായത് ഈ കാറ്റഗറി എംപ്ലോയീസ് എന്ന് പറയുന്നത് എപ്പോഴും അവർക്കൊരു വിഷമാണ്. ഈ ജോലി ചെയ്യണമല്ലോ, എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് മടുത്തിട്ട് വയ്യ, അങ്ങനെ അവരും എന്താ പറയുക നെഗറ്റീവ് ആയിരിക്കും, ചുറ്റുമുള്ള ആൾക്കാരെയും നെഗറ്റീവ് അടുപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് ആക്റ്റീവ്ലി ഡിസെൻഗേജ്ഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. സച്ച് എംപ്ലോയീസ് ആർ ബാഡ് ഫോർ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് ഇത്തരം എംപ്ലോയീസ് എപ്പോഴും ചീത്തയാണ്, അതായത് കൊള്ളില്ല. ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ എന്താ പറയുക, അവരെ വളർച്ച മുരടിച്ചു പോകും. ദേ ആർ ഓൾവേസ് പ്രൊവോക്കിംഗ് ആൻഡ് കൺവിൻസിങ് ദ അതർ എംപ്ലോയീസ് ടു ലീവ് ദെയർ ജോബ്സ്. ഇവര് സ്വന്തമായി നെഗറ്റീവ് അടിച്ചിരിക്കൽ മാത്രമല്ല, ഇവര് ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്ത് പറയും, ഇവിടെ വർക്ക് ചെയ്യണ്ട കേട്ടോ, ഇവിടെ ഒരു സുഖമില്ല കേട്ടോ, നമുക്ക് ഇവിടുന്ന് പോവാം. അതായത് അവരെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള എല്ലാ പണികളും ചെയ്യും, പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കും. ടു ലീവ് ദർ ജോബ്സ്, ഇവിടുന്ന് പോവാ, ഈ സ്ഥാപനത്തിൽ നിന്നേ പോട്ടെ, ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്നാൽ കൊള്ളില്ല, അങ്ങനെയുള്ള എല്ലാ ചീത്ത കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണ് ആക്റ്റീവ്ലി ഡിസെൻഗേജ്ഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. However, these employees last longer in the firm. ഇവര് നെഗറ്റീവ് ഒക്കെ പറയെങ്കിലും ഇവർ മറ്റുള്ളവരെ കയറാതെ നോക്കുള്ളൂ. അതായത് ഇവരവിടെ തന്നെ നിൽക്കും. ഡിസെൻഗേജ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അവിടെ തന്നെ നിന്നിട്ട് വേറെ ആൾക്കാരൊന്നും വരാതെ, അതായത് പുതിയ ആൾക്കാർ വരാതെ ഇവർ പ്രിവെന്റ് ചെയ്യും. ആൻഡ് റിമൂവ് ദ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ഹൂം ദി പെർസീവ് വിൽ അറ്റൈൻ ഹയർ പൊസിഷൻ. അതായത് ഇവർ ആരൊക്കെയാണ് ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് പറഞ്ഞു വിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനാണ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണത്, ഞാൻ ഭയങ്കര നെഗറ്റീവാണ്, ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പറയും ഇവിടുന്ന് രക്ഷപ്പെട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് വിചാരിച്ചോ. എൻ്റെ ഉദ്ദേശം എന്താ, ഇവരെ പറഞ്ഞു വിടണം, ഇവരിവിടെ വരാൻ പാടില്ല, ഇവരിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വളർച്ചയ്ക്ക് അതൊരു ഹാനികരമാണ്, എൻ്റെ കോട്ടം തട്ടും, അതായത് എനിക്കൊരു റിസ്ക് ആണ് ഇവരുണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇവരെങ്ങനെങ്കിലും വരാതെ തടയാന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ആക്റ്റീവ്ലി ഡിസെൻഗേജ്ഡ് എംപ്ലോയീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആൾക്കാർ വന്ന് നമ്മുടെ അവസ്ഥ മോശമാകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ആൾക്കാരെ വരാതിരിക്കാനുള്ള തടയിടാണ് ഇവർ ചെയ്യുന്നത്. ഓർ മൂവ് ടു ദ നെക്സ്റ്റ് ജോബ് ലെവൽ ഇൻ നിയർ ഫ്യൂച്ചർ. അതായത് ഭാവിയിൽ അടുത്ത ലെവലിലോട്ട് പോകുന്നതോ അല്ലെങ്കിൽ നല്ല പൊസിഷനിലോ പോകാൻ ചാൻസ് ഉള്ള ആൾക്കാരെയാണ് ഇവരിങ്ങനെ തടയുക. ഇനി
നോട്ട് എൻഗേജ്ഡ് എംപ്ലോയീസ് എന്ന് വെച്ചാൽ ആരാണ്? അതായത് പണിയെടുക്കും, പക്ഷെ ആരെങ്കിലും പുഷ് ചെയ്തുകൊണ്ടിരിക്കണം. വേറെ ആരെങ്കിലും അതായത് നമ്മുടെ ടോപ്പ് പൊസിഷനിലുള്ള ആൾക്കാർ പറയുകയാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യില്ല, അറിഞ്ഞ് ചെയ്യില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നോട്ട് എൻഗേജ്ഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. This is the category in which the majority of employees in the organization fall. അതായത് ഈ ഒരു കാറ്റഗറിയിലാണ് ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. These are the one who seek direction from their superiors. അതായത് സുപ്പീരിയേഴ്സിന്റെ ടോപ്പ് മാനേജ്മെന്റിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ വാങ്ങിച്ചിട്ട് അതനുസരിച്ച് മാത്രമേ ഇവർ ചെയ്യുള്ളൂ. അതായത് ഇവരുടേതായ സ്വന്തം ഐഡിയ ഒന്നും ഇവർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഒന്നും ഇവർ കണ്ടെത്തില്ല. എന്താണ് സുപ്പീരിയർ പറയുന്നത് അതനുസരിക്കുന്നു. And do only the work which has been asked for. അതായത് അയാളോട് പറഞ്ഞിരിക്കുന്ന ജോലി മാത്രമേ ഇവർ ചെയ്യുള്ളൂ. Such employees do put in their time but not passion and energy. അതായത് ഇവർ ജോലി ചെയ്യാനായിട്ട് ഇവർ സമയം ചിലവാക്കും, പക്ഷേ ഇവരുടെ പാഷൻ, ഇവരുടെ കമ്മിറ്റ്മെന്റ്, ഇവരുടെ ഫുൾ പൊട്ടൻഷ്യൽ ഒന്നും ഒരിക്കലും ഇവർ ഇതിനു വേണ്ടി ഉപയോഗിക്കില്ല. They like to receive only one instruction at a time. അതായത് ഒരു സമയം ഒരു ഇൻസ്ട്രക്ഷൻ മാത്രം കിട്ടാൻ ഇവർ ആഗ്രഹിക്കുള്ളൂ. അതായത് മൾട്ടി ടാസ്കും ഒരുപാട് പണികളൊന്നും ചെയ്യാൻ പറ്റില്ല, വേണമെങ്കിൽ ഒരു പണി ഞാൻ ചെയ്തു തരാം അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ. ആൻഡ് ലാക്ക് ഇന്നോവേറ്റീവ്നെസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. These employees can hold either a negative or positive attitude towards the organization. ഈ എംപ്ലോയീസ് വേണമെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോ പുലർത്താം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ. എങ്ങനെയാണ് ഇവർക്ക് മോണിറ്ററി ബെനിഫിറ്റ് കിട്ടണേ അതൊക്കെ അനുസരിച്ചിട്ടാണ് ഇവരുടെ പാഷനും കമ്മിറ്റ്മെന്റ് എല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ 3 കാറ്റഗറി എംപ്ലോയീസ് നോക്കിയിട്ടുണ്ട്. എൻഗേജ്ഡ് എംപ്ലോയീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് എല്ലാ പണിയും ചെയ്യും, ഇന്നോവേറ്റീവ് ആണ്, ഹാപ്പിയാണ്, അങ്ങനെയുള്ള ആൾക്കാർ. ആക്ച്വലി ഡിസെൻഗേജ്ഡ് എംപ്ലോയീസ് എന്ന് വെച്ചാൽ നേരത്തെ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് അൺഹാപ്പിയാണ്, പണിയെടുക്കാൻ മടിയാണ്, മറ്റുള്ളവരെ അടുത്ത് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും, എങ്ങനെ ബാക്കിയുള്ളവരെല്ലാം ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും. ഇനി നോട്ട് എൻഗേജ്ഡ് എംപ്ലോയീസ് എന്നാണെങ്കിലോ പണിയെടുക്കും, പക്ഷേ പാഷനേറ്റ് ആയിരിക്കില്ല, കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് നോട്ട് എൻഗേജ്ഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എംപ്ലോയി എൻഗേജ്മെന്റ് എന്നാണ് പറയുകയാണെങ്കിൽ, എംപ്ലോയി എൻഗേജ്മെന്റ് ഇസ് എ കോൺസെപ്റ്റ് that when employees have choices, അതായത് ഇത് നടക്കുന്നത് എംപ്ലോയീസിന് ചോയ്സ് ഉള്ളപ്പോഴാണ് കേട്ടോ. അതായത് ഇപ്പം എൻ്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, എനിക്ക് ഇതേ ചെയ്തേ പറ്റുള്ളൂ എന്നാണെങ്കിൽ ഞാനിത് ചെയ്യാൻ നിർബന്ധിതമാവും. അങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ല, എംപ്ലോയീസിന് ചോയ്സ് ഉള്ള സമയത്താണ് ഈ കോൺസെപ്റ്റ് വരുന്നത്. ദേ വിൽ ആക്ട് ഇൻ എ വേ ദാറ്റ് ബെനിഫിറ്റ്സ് ദെയർ കമ്പനീസ് ഇൻട്രസ്റ്റ്. അതായത് കമ്പനിയുടെ താല്പര്യപ്രകാരം അവർ പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ എംപ്ലോയി എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. An engaged employee is a person who is fully involved in and enthusiastic about his or her work. അതായത് എൻഗേജ്ഡ് എംപ്ലോയി എന്ന് വെച്ചാൽ ആരാണ്? ഒരു വ്യക്തി ഒരു വർക്കിൽ മുഴുവനായിട്ടും ഇൻവോൾവ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ആൻഡ് എന്തൂസിയാസ്റ്റിക് അബൌട്ട്, അതായത് ഇയാൾക്ക് ഇനിയും എന്ത് ജോലി ചെയ്യാൻ വേണമെങ്കിലും താല്പര്യമുള്ള ആൾക്കാരാണ്, എന്തൂസിയാസ്റ്റിക് ആണ്, അവരാണ് എൻഗേജ്ഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയി എൻഗേജ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയി കിട്ടുന്നു മനസ്സിലാക്കുന്നു. ഇനി നമ്മൾ ഇതുപോലെ തന്നെ നല്ല നല്ല ക്ലാസ്സുകൾ നമ്മൾ ഇനി JRF സ്കീമിന് വേണ്ടി ബാച്ചിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ അടുത്ത നെറ്റിന് വേണ്ടിയിട്ട് ജൂണിലെ നെറ്റ് JRF ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ട്സും കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ നിന്ന് ലഭ്യമാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആർ അവൈലബിൾ. അതായത് JRF ഹോൾഡേഴ്സ് ആണ് പല ക്ലാസ്സുകളും നിങ്ങൾക്ക് ലീഡ് ചെയ്യുന്നത്. ജനറൽ പേപ്പറിന് സെപ്പറേറ്റ് സെഷൻ ഉണ്ട്. സബ്ജക്ട്സിന് കൊമേഴ്സ്, എക്കണോമിക്സ്, മാനേജ്മെന്റ്, ഇംഗ്ലീഷ് ഇതിനെല്ലാം സെപ്പറേറ്റ് മെൻറ്റേഴ്സ് ഉണ്ട്. എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് ആണ്. നല്ല നല്ല ക്ലാസ്സുകളാണ്. ലൈവ് ക്ലാസ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, റെക്കോർഡ് സെഷൻസ് ഉണ്ട്, ആപ്പ് ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ടു ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ടൈം അനുസരിച്ച് ഫ്ലെക്സിബിലിറ്റി ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആവുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണ് പഠിക്കാൻ താല്പര്യമുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. സമയം കളയാതെ ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യൂ. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്കാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്. നമ്മൾ എംപ്ലോയി എൻഗേജ്മെന്റ് കണ്ടു, നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷണൽ ബിഹേവിയർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ഒരു കോൺസെപ്റ്റാണ് എംപ്ലോയി എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് എംപ്ലോയീസിനെ വർക്കിലോട്ട് മുഴുകി നിർത്തുന്നതിനെയാണ് എംപ്ലോയി എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു എംപ്ലോയീസിനെ എപ്പോഴും നമ്മളിങ്ങനെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നമുക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടായിരിക്കണം. വർക്ക് വേറെ, നമ്മുടെ പേഴ്സണൽ ലൈഫ് വേറെ. അപ്പോൾ നമ്മൾ എംപ്ലോയി എൻഗേജ്മെന്റിന്റെ ഒപ്പം തന്നെ നോക്കേണ്ട വേറെ ഒരു കോൺസെപ്റ്റാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്. Work life balance is a method that helps employees of an organization to balance their personal and professional lives. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പേഴ്സണലും പ്രൊഫഷണൽ ലൈഫും ബാലൻസ് ചെയ്യുക, രണ്ടും
ഗോ ഹാൻഡ് ബൈ ഹാൻഡ്. അതായത് എന്താ പറയുക, രണ്ടും ഒരുമിച്ച് പോകണം. പേഴ്സണൽ ലൈഫിൽ സക്സസ്ഫുൾ ആവുകയും വേണം, പ്രൊഫഷണൽ ലൈഫിൽ സക്സസ്ഫുൾ ആവുകയും വേണം. ഒരെണ്ണത്തിൽ എന്തെങ്കിലും വീക്ക്നെസ് പറ്റിക്കഴിഞ്ഞാൽ തീർന്നു. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി രണ്ടും എങ്ങനെ ബാലൻസ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇറ്റ് എൻകറേജസ് എംപ്ലോയീസ് to divide their time on the basis of priorities and maintain a balance by devoting time to a family, health, vacation, etc. along with making a career, business, travel, etc. അതായത് എന്താ പറയുന്നത്, എംപ്ലോയീസിന് അവരുടെ ടൈം ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ഡിവൈഡ് ചെയ്യണം? ബേസ്ഡ് ഓൺ പ്രയോറിറ്റീസ്. നമ്മളെപ്പോഴും എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂർ തന്നെയാണ്. ഒരു ദിവസം എന്ന് വെച്ചാൽ 24 അവർ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ ബാലൻസ് ചെയ്യണം? നമ്മുടെ കുടുംബവും നമ്മുടെ പേഴ്സണൽ ലൈഫും മുന്നോട്ട് പോകണം, പ്രൊഫഷണൽ ലൈഫ് മുന്നോട്ട് പോകണം. പേഴ്സണൽ ലൈഫ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി നോക്കണം, നമ്മുടെ ഹെൽത്ത് നോക്കണം, അതുപോലെ വെക്കേഷൻസ്, നമുക്ക് യാത്രകളൊക്കെ പോകണം. ഇതൊക്കെ നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. നമ്മളിപ്പോൾ യങ് ആയിരിക്കുന്ന സമയത്ത് ഫുൾ ടൈം ജോലി ചെയ്ത് നമ്മുടെ പേഴ്സണൽ നമ്മളെന്താ പറയുക, നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നമ്മൾ ത്യജിച്ച് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അതുപോലെ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ കരിയർ ഉണ്ടാക്കാൻ നേരത്ത് കരിയറിന് നമ്മൾ ഫോക്കസ് ചെയ്യണം. അതായത് ഞാൻ ആദ്യം കുറച്ച് എൻ്റെ ജീവിതം എൻജോയ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ബിസിനസ് അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സമ്പാദിക്കേണ്ട സമയത്ത് സമ്പാദിക്കുകയും ചെയ്യണം, വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്, ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. So it is an important concept in the world of business as it helps to motivate the employees. ഇങ്ങനെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടെങ്കിലാണ് എംപ്ലോയീസിന് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അതായത് ഫുൾ ടൈം ജോലി ചെയ്യുന്ന മാത്രം പോയിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന് അവസാനം കുറെ കഴിയുമ്പോൾ മടുക്കും, ഒരു മുഷിച്ചിൽ വരും. അത്തരം മുഷിച്ചിലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ആൻഡ് ഇൻക്രീസ് ദ ലോയൽറ്റി ടുവാർഡ്സ് എ കമ്പനി. മുഷിച്ചിലുണ്ടാവാതിരുന്നാൽ മാത്രമാണ് സ്ഥാപനത്തിനോട് ഒരു ലോയൽറ്റി, ഒരു എന്താ പറയുക, ഒരു പ്രതിബദ്ധത. അതായത് ഇനിയും ഞാൻ ഈ സ്ഥാപനത്തിൽ തുടർന്ന് നിൽക്കും, എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, ഇതെനിക്ക് നല്ലതാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കണമെങ്കിൽ ഇത് രണ്ടും തമ്മിൽ ഒരു ബാലൻസ് ചെയ്ത് പോകണം. അതായത് പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്ത് പോകണം. എന്തൊക്കെയാണ് വർക്ക് ലൈഫ് ബാലൻസിന്റെ ബെനിഫിറ്റ്സ് നോക്കാം. വർക്ക് ലൈഫ് ബാലൻസ് ഇൻക്രീസസ് ദ മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്. നമ്മൾ ആദ്യം പറഞ്ഞ തന്നെയാണ്, എംപ്ലോയീസിന്റെ മോട്ടിവേഷൻ കൂട്ടാൻ പറ്റും. അതുപോലെ ഹെൽപ്സ് ദം പെർഫോം ബെറ്റർ അറ്റ് ദ ജോബ്സിൽ അവർ ചെയ്യുന്ന ജോബ്സിൽ എക്സൽ ആവാൻ പറ്റും, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. നമ്മളെന്താ പറയുക, നമ്മുടെ സന്തോഷമുള്ള മനസ്സുണ്ടെങ്കിലല്ലേ നമുക്കൊരു സന്തോഷമുള്ള ജീവിതം ഉണ്ടാവുള്ളൂ. അപ്പോൾ സന്തോഷമുള്ള മനസ്സ്, നമ്മൾ ഏത് അറ്റ്മോസ്ഫിയറിലാണോ നിൽക്കുന്നത് അവിടെ നമ്മളൊരു ഹാപ്പി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് എന്തൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും അതിനെല്ലാം തള്ളി മാറ്റിയിട്ട് അതിൽ നിന്ന് നമ്മൾ പോസിറ്റിവിറ്റി കണ്ടെത്താൻ നോക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു റിലീവ് ദ സ്ട്രെസ്. സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നു. ആസ് ദേ ക്യാൻ സ്പെൻഡ് ലേഷർ ടൈം വിത്ത് ഡിയർ ആൻഡ് നിയർ വൺസ്. എപ്പോഴാണ് നമ്മുടെ സ്ട്രെസ് മാറുക? നമുക്ക് ഇഷ്ടപ്പെട്ടവരും നമുക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് നമ്മൾ സമയം ചെലവഴിക്കുമോ അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അതാണ് നമ്മൾ പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ്. വർക്കും വേറെ, ലൈഫ് വേറെ. ഇതിനെ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാം. Companies can maximize productivity from employees who are rejuvenated and refreshed as compared to an overworked employees. എപ്പോഴാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂടുതൽ കിട്ടാന്ന് പറയുന്നത്? അതായത് നമ്മൾ റിജുവിനേറ്റഡ് ആയിരിക്കണം. അതായത് നമ്മൾ എന്താ പറയുക, ഒന്നുകൂടി ഒന്ന് റിഫ്രഷ്, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് റിഫ്രഷ് ചെയ്ത മൈൻഡിൽ പുതിയ പുതിയ ഐഡിയാസും അതായത് നല്ല നല്ല കഴിവുകളൊക്കെ അവർക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ടയേർഡായി, എക്സോസ്റ്റഡ് ആയിട്ട്, അതായത് എനിക്കിനി ജോലി ചെയ്യാൻ പറ്റില്ല, എനിക്ക് മതിയായി, അങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് പുതിയ വർക്ക് ഉണ്ടായി അയാൾ എങ്ങനെയൊക്കെ ചെയ്യുക, ഇങ്ങനെ ഒരു പാസീവ് മൈൻഡിൽ ചെയ്തെടുക്കും. ഓൺ ദ അതർ ഹാൻഡ് ഒരു റിജുവിനേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിലോ, അതായത് ഒരു വെക്കേഷനെ കഴിഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയുക ആവശ്യത്തിന് റിലാക്സ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുള്ള വ്യക്തിയാണെങ്കിലോ എങ്ങനെ വരും? അയാൾ വന്ന് അതായത് ഒരു ഹാപ്പി മൈൻഡോട് ചെയ്യും. അപ്പം അയാൾ ചെയ്യുന്ന വർക്കിൽ തെറ്റുകൾ കുറവായിരിക്കും, തെറ്റുകളുടെ ചാൻസ് കുറവായിരിക്കും, പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, കമ്പനീസ് ക്യാൻ മാക്സിമൈസ് പ്രൊഡക്ടിവിറ്റി ഫ്രം എംപ്ലോയീസ് ഹു ആർ റിജുവിനേറ്റഡ് ആൻഡ് റിഫ്രഷ്ഡ് ആസ് കമ്പയർഡ് ടു ആൻ ഓവർവർക്ക്ഡ് എംപ്ലോയി എന്ന് പറയുന്നത് അതാണ്. ഇനി ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ബൈ ഹാവിംഗ് വർക്ക് ലൈഫ് ബാലൻസ്. ദിസ് ഇൻക്ലൂഡ്സ് ഗുഡ് ഡയറ്റ്, റെഗുലർ എക്സസൈസ് എക്സെട്ര. നമ്മൾ കേട്ടിട്ടുണ്ട് ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ എന്നും. അത് നമ്മുടെ മെന്റൽ കപ്പാസിറ്റി, മെന്റൽ ഹെൽത്ത് കൂട്ടാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും കൂടുതലായിരിക്കണം. ഫിസിക്കൽ ഹെൽത്ത് നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. അതായത് പ്രോപ്പർ ഡയറ്റ്, നല്ല രീതിയിലുള്ള ഭക്ഷണമായിരിക്കും കിട്ടേണ്ടത്. അതായത് പണിയെടുപ്പിച്ച് കൊല്ലുന്ന ആൾക്കാരുടെ ഇടയിലൊക്കെ പോകരുത്. അതായത് എന്താ പറയുക, നല്ല റിലാക്സ് ചെയ്യാനായിട്ടും അതായത് ഇവരുടെ ഹെൽത്ത് കോൺഷ്യസ് ആവാനും അതുപോലെ എക്സസൈസിനൊക്കെ ഫോക്കസ് അതായത് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള വർക്ക് ലൈഫ് ആണെങ്കിൽ മാത്രമാണ്
ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുള്ളൂ. ഇനി എംപ്ലോയീസ് ഹു ആർ ഹൈലി മോട്ടിവേറ്റഡ് ക്യാൻ ഹെൽപ്പ് ദ ബിസിനസ് ഗ്രോ ആസ് ദേ ആർ മോർ അറ്റാച്ച് ടു ദെയർ ജോബ്സ് ആൻഡ് കരിയേഴ്സ്. അതായത് നമുക്ക് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെന്റലി ആൻഡ് ഫിസിക്കലി ഹാപ്പി ആണെങ്കിൽ എന്താ, നമ്മൾ ആ സ്ഥാപനത്തിൽ കൂടുതൽ നാൾ നിൽക്കാൻ തോന്നും. അതായത് കൂടുതൽ നാൾ ആ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ തോന്നും. അതുപോലെ ആ സ്ഥാപനത്തിന് എങ്ങനെ മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ തോന്നും. ആ സ്ഥാപനത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഇവരൊരു പേഴ്സണൽ സക്സസ് ആയിട്ട് ഇവർ കാണും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇതിനു വേണ്ടി മാക്സിമം പ്രൊഡക്ടിവിറ്റി ഇറക്കും. അതായത് ഇവരെ ഫുൾ പൊട്ടൻഷ്യൽ, ഇവരെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചിട്ട് ഈ സ്ഥാപനം എങ്ങനെ നന്നാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇനി എങ്ങനെയാണ് വർക്ക് ലൈഫ് ബാലൻസ് ഇംപ്രൂവ് ചെയ്യുക, അതിൻ്റെ കുറച്ച് സ്റ്റെപ്സ്, കുറച്ച് ടിപ്സ് ആണ് പറയുന്നത്. അതായത് ക്രിയേറ്റിംഗ് എ വർക്ക് ലെഷർ പ്ലാൻ. അതായത് എന്താ പറയുക, എപ്പോഴും ജോലി എന്നല്ല, വർക്കിൻ്റെ ഇടയിൽ ഒരു ഫ്രീ ടൈം കൊടുക്കുക. ഈ ഫ്രീ ടൈമിൽ എന്തൊക്കെ ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം നോക്കാം. Where an individual has to schedule his tasks and divide time appropriately so that he has collected appropriate time for his work and his career development goals, and at the same time allotted time as leisure and personal development. അതായത് ഒരു വ്യക്തിക്ക് അയാളുടെ ജോലികളിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക. ആ ജോലികൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണം, അതായത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം നീക്കി വയ്ക്കാൻ കിട്ടുന്നുണ്ടോ, പ്രൊഫഷണൽ ആയിട്ടുള്ള ടൈം കിട്ടുന്നുണ്ടോ, അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതായത് അയാൾക്ക് തന്നെ അയാളുടെ ഫ്രീ ടൈം എങ്ങനെ യൂസ് ചെയ്യാം, അതായത് ഇയാൾക്ക് എത്രമാത്രം ഫ്രീ ടൈം കിട്ടും, ഈ ജോലിയിൽ കയറുകയാണെങ്കിൽ ഇയാൾക്ക് എത്രമാത്രം അതാണ് ലെഷർ എന്ന് പറയുന്നത്. ആ ഫ്രീ ടൈം എത്രമാത്രം കിട്ടും, ആ ലെഷർ ടൈം എങ്ങനെ മാനേജ് ചെയ്യാം, അതിനുള്ള പ്ലാൻ എല്ലാം കൊടുക്കുക. അതായത് ഇവർക്ക് തന്നെ മാനേജ് ചെയ്യാൻ കൊടുക്കുക. ക്രിയേറ്റിംഗ് എ വർക്ക് ലെഷർ പ്ലാൻ. ഇനി ലീവിങ് ഔട്ട് ആക്ടിവിറ്റീസ് ദാറ്റ് വേസ്റ്റ് ടൈം ആൻഡ് എനർജി. അതായത് എന്താ പറയുക, പാഴ് കാര്യങ്ങൾ, അതായത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം ചെലവഴിക്കരുത്. അതായത് മണിയും ടൈമും എനർജിയും കളയുന്ന പണികൾ അധികം ചെയ്യാതിരിക്കുക. ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഒരു ഔട്ട്പുട്ടും കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഇൻപുട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് പറയുന്നത് ലീവിങ് ഔട്ട് ആക്ടിവിറ്റീസ് ദാറ്റ് വേസ്റ്റ് ടൈം ആൻഡ് എനർജി. ഇൻഡിവിജ്വൽ ഷുഡ് ജുഡീഷ്യലി അവോയ്ഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. അതായത് ഓരോ വ്യക്തികളും അവർ തന്നെ അറിഞ്ഞിരിക്കണം വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. അതായത് ഈ കാര്യം ചെയ്യുന്നത് വെറുതെ ആണെന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. which demand large time and energy and in return not produce output for either the work life or the leisure life. അതായത് വർക്ക് ലൈഫിനോ ലെഷർ ലൈഫിനോ യാതൊരു റിട്ടേണും ഇല്ലാത്ത, യാതൊരു ഔട്ട്പുട്ട് ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയവും എനർജിയും കളയാതിരിക്കുക. എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് ക്യാൻ ഹെൽപ്പ് ആൻ എംപ്ലോയി ബി ലെസ് സ്ട്രെസ്ഡ്. അതായത് ടൈം നല്ല രീതിയിൽ മാനേജ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അടുത്ത പോയിന്റ് ആണ് വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുക. അതായത് ചില കാര്യങ്ങൾ ഇപ്പോൾ എല്ലാം നമ്മൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കരുത്. നോ വൺ ഈസ് പെർഫെക്റ്റ് ഇൻ ദിസ് വേൾഡ്. ഒരാളും ഈ ലോകത്ത് പെർഫെക്റ്റ് ആയിട്ടില്ല. അതായത് എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നെ ചെയ്യണം, ഞാൻ തന്നെ ചെയ്യും, ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്ന ആരും വാശി പിടിക്കാതിരിക്കുക. ഇതാണ് നമുക്കൊരു റിലാക്സ്ഡ് മൈൻഡിന് ആദ്യം വേണ്ടത്. അതായത് എന്താ ചെയ്യുക, അതായത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതെനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല, ഇത് ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഇത് ഞാൻ ചെയ്താൽ പെർഫെക്റ്റ് ആവില്ല എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഔട്ട്സോഴ്സ് ചെയ്യുക, വേറെ ആളെ ഏൽപ്പിക്കുക. അതാണ് നമ്മൾ അടുത്ത സ്ട്രെസ് കുറയ്ക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഔട്ട്സോഴ്സിങ് ദ വർക്ക്. ഡെലിഗേറ്റ് ഓർ ഔട്ട്സൈസ് ടൈം കൺസ്യൂമിങ് വർക്ക് ടു അതർ ഇൻഡിവിജ്വൽ. അതായത് ഒരുപാട് സമയം എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ കുറെ ചെയ്ത് നമ്മൾ ചെയ്തിട്ട് ശരിയായില്ല, നമ്മൾ അത്രയും എനർജി പോയി, ടൈം പോയി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, ഔട്ട്സോഴ്സ് ചെയ്യുക. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. സെറ്റ് ഇനഫ് ടൈം ഫോർ റിലാക്സേഷൻ. എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമുക്കൊരു റെസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ റിലാക്സ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം കൊടുക്കാം. റിലാക്സേഷൻ പ്രൊവൈഡ്സ് ബെറ്റർ വർക്ക് ലൈഫ് ബാലൻസ്. അത് നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവണമെങ്കിൽ അതിന് നമുക്ക് റിലാക്സേഷനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ആൻഡ് ടെൻസ് ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ഓൺ ദ പ്രൊഫഷണൽ ഓർ ദ വർക്ക് ഫ്രണ്ട് അലോങ് വിത്ത് പ്രൊവൈഡിങ് ആംബിൾ സ്കോപ്പ് ടു ഡെവലപ്പ് ദ ലൈഫ് പാർട്ട് ഓഫ് ദ ബാലൻസ്. അതായത് എന്ത് കാര്യം നന്നാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു റിലാക്സേഷൻ കിട്ടണം, സ്ട്രെസ്ഫുൾ ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ റിലാക്സേഷനുള്ള കാര്യങ്ങളിലാണ് ഇനി ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് പറയുന്നത് പ്രയോറിറ്റൈസിങ് വർക്ക്. അതായത് നമ്മൾ ഒരുപാട് ടാസ്ക് നമ്മുടെ മുന്നിലുണ്ട്. ഈ ടാസ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഏതാണ് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് അതിന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം. ആദ്യം ഞാൻ ഇന്നത് ചെയ്യണം, അതിനുശേഷം അടുത്തത്. അതൊക്കെ നമ്മൾ ഇൻഡിവിജ്വൽ പ്ലാനാണ്, ഓരോ വ്യക്തികളും തനിയെ ചെയ്യേണ്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എൻ്റെ പ്രയോറിറ്റി. ഇപ്പം എൻ്റെ ഫാമിലിയാണ് പ്രയോറിറ്റി എങ്കിൽ ഫാമിലിക്ക് വേണ്ടി സമയം ചെലവഴിക്കുക. പ്രൊഫഷനാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ, അതായത് പ്രൊഫഷനാണ് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ പ്രൊഫഷന് കൊടുക്കാം. ഇനി നമ്മൾ പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്യാം. അതാണ് പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നത്തിലാണ് ഈ വർക്ക് ലൈഫ് ബാലൻസ് ഇംബാലൻസ് ആയി പോകുന്നത്.
Often employees do not give priority to work and end up doing a lot of work at the last minute. അപ്പം എന്താ, നമ്മൾ നമ്മുടെ പ്രയോറിറ്റീസ് കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പം നാളെ ചെയ്യേണ്ട ടാസ്ക് ആണ്, ഇപ്പം ചെയ്യണതിന് പകരം ഞാൻ രാത്രി ആവട്ടെ അല്ലെങ്കിൽ നാളെ രാവിലെ ചെയ്യാം എന്നിങ്ങനെ മാറ്റി വെച്ചാൽ എന്താ, ലാസ്റ്റ് മിനിറ്റ് റഷ് ആവും. അതായത് നമ്മൾ വെപ്രാളം പിടിച്ച് ചെയ്യുമ്പോൾ എന്താ, അതിൽ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ എപ്പോഴത്തേക്കാണ് ഇത് വേണ്ടത് അതൊക്കെ സമയമൊക്കെ അനുസരിച്ചിട്ട് പ്രീ പ്ലാൻ ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക. ബെറ്റർ പ്ലാനിങ് ക്യാൻ ഹെൽപ്പ് എംപ്ലോയീസ് സേവ് അൺനെസസറി ടൈം ഡിലേസ്. നല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഡിലേസ് ഒക്കെ നമുക്ക് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ബൈ എംപ്ലോയീസ് ഫോർ പേഴ്സണൽ വർക്ക്. അപ്പോൾ ഇത്തരം ഡിലേസ് ഒഴിവായാൽ എന്താ, അവർക്ക് ആവശ്യത്തിന് നമ്മുടെ ചെയ്യാനുള്ള വർക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതിന് ശേഷം നമുക്ക് റിലാക്സ് ആയിട്ട് നമ്മുടെ പേഴ്സണൽ നമുക്ക് എന്റർടൈൻമെന്റ് ചെയ്യാം, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇത് ചെയ്തില്ല, ഇപ്പൊ നാളെ ചെയ്യേണ്ട വർക്കാണ്, നമ്മൾ അത് ചെയ്യാതെ നമ്മൾ നമ്മുടെ പേഴ്സണൽ വർക്കിലോട്ട് മുഴുകിയിരുന്നാൽ എന്താ സംഭവിക്കുക, ലാസ്റ്റ് മിനിറ്റ് ആകെ പ്രശ്നമാവും. പിന്നെ ആകെ നമുക്ക് സ്ട്രെസ് ആയിട്ട് നമ്മളത് ഫാമിലിയിൽ റിഫ്ലക്ട് ചെയ്യും. ഫാമിലി തന്നെയല്ല, നമ്മൾ ആരായിട്ടാണോ ഡീൽ ചെയ്യുന്നത് അവരിലോട്ട് അത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമ്മളെന്താ, പ്രൊഫഷണൽ ലൈഫും മെസ്സാവും, പേഴ്സണൽ ലൈഫും മെസ്സാവും. അപ്പൊ അങ്ങനത്തെ മെസ്സപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാം, കൃത്യമായിട്ട് നമ്മൾ പ്രയോറിറ്റി ഫിക്സ് ചെയ്ത് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതാണ് എന്തു പറയുന്നത്, വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയെല്ലാമാണ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. അതായത് വർക്ക് ലെഷർ പ്ലാൻ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ലിവിങ് ഔട്ട് ആക്ടിവിറ്റീസ് ദാറ്റ് വേസ്റ്റ് ടൈം ആൻഡ് എനർജി. ടൈമും എനർജിയും വേസ്റ്റ് ആകുന്ന പാഴാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഔട്ട്സോഴ്സ് ചെയ്യുക, ഹെക്റ്റിക് ആയിട്ടുള്ള എന്താ പറയുക എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക് ആണെങ്കിൽ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക, ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ റിലാക്സേഷൻ ആവശ്യമായിട്ടുള്ള ടൈം കൊടുക്കുക, വർക്കിന് പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുക. ഏത് കാര്യമാണ് വേണ്ടത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം ഇത്രയാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ള കാര്യത്തിൽ വരുന്നത്. നമ്മൾ എംപ്ലോയി എൻഗേജ്മെന്റ് കണ്ടു, വർക്ക് ലൈഫ് ബാലൻസ് കണ്ടു. ഇത് നമ്മൾക്ക് എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് എല്ലാവരും നോട്ട് ചെയ്യുക. UGC നെറ്റ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള, നെറ്റ് JRF ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരായാൽ നിങ്ങൾ സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് വരുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി കിട്ടും. ഞങ്ങളുടെ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആവശ്യമുള്ള ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യുക. ഞങ്ങൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബാച്ചിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ലൈവ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഇൻ ആപ്പ് ക്ലാസ് ഉണ്ട്, സൂം ലൈവ്സ് ഉണ്ട്, സ്റ്റുഡിയോ ക്ലാസ് ഉണ്ട്. അതുപോലെ എല്ലാ സബ്ജക്റ്റിനും ലൈവ് സെഷനുണ്ട്, മെന്റേഴ്സ് ഉണ്ട്, 1-to-1 മെന്റേഴ്സ് ഉണ്ട്. ഓരോ കുട്ടികളെയും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെ ഇതിലോട്ട് ക്രാക്ക് ചെയ്യുക, അതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന മെന്റേഴ്സ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും, നിങ്ങൾ ഏത് ടൈമിലാണോ ഫ്രീ ആയിട്ടുള്ളത് ആ ടൈമിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആയിരിക്കും. അതുപോലെ പോൾസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. എല്ലാവരും മറക്കാതെ ഇന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. താങ്ക്